കുറേ പാരൻസ് ഭയങ്കര പ്രൗഡായിട്ടാണ് ഇത്തരത്തിലുള്ള റീൽസ് എന്ത് ചെയ്യുന്നത്, ഇൻസ്റ്റയിലൊക്കെ ഷെയർ ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിന് എല്ലാം ഇറ്റാലിയൻ ബ്രെയിൻ റോട്ടുകളും അറിയാം, അല്ലെങ്കിൽ എല്ലാ മീമിൻ്റെയും പേരറിയാമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഈ ഇൻസ്റ്റയിലും മറ്റും ഷെയർ ചെയ്യുന്ന റീൽസിൽ നമ്മളെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കൾ വലിയൊരു തകർച്ചയിലേക്കാണ് പോകുന്നത്. അതിന്റെ തുടക്കമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ എഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീലായിട്ട് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ മക്കള് നമുക്കറിയാം ഇന്നൊരു എഐന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അവർക്ക് ഇത്തരത്തിലുള്ള എഐ ടൂൾസും കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തണം. പക്ഷെ ഇത്തരത്തിലുള്ള ഈ ബ്രെയിൻ റോട്ടുകൾ എന്ത് ചെയ്യണം, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് കൊണ്ടുപോകാന്നുള്ള കാര്യം മാതാപിതാക്കളായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇതുവരെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇവരുടെ ഭാവിയിലുള്ള അല്ലെങ്കിൽ ഇവരുടെ ഡെവലപ്മെന്റിലും ഗ്രോത്തിന്റെ പല മേഖലയിലും. ഇത് ഇവരുടെ ഭയങ്കര ഡിഫക്റ്റ് ആയിട്ട് തന്നെ ഇവരെ പ്രതികൂലമായിട്ട് തന്നെ ഇവരെ ബാധിക്കും. അത് തിരിച്ചറിഞ്ഞ് ഇത്തരത്തിലുള്ള ബ്രെയിൻ റോട്ടുകളൊക്കെ മക്കളെ കാണിക്കുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ നല്ല കണ്ടന്റുകളുണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് പഠിക്കേണ്ട നല്ല കാര്യങ്ങളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുക, അവർ പറഞ്ഞു കൊടുക്കുക. പിന്നെ മാക്സിമം 2 വയസ്സ് വരെ ഇവരുടെ സ്ക്രീൻ ടൈം മാക്സിമം കുറക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത് അവരുടെ കണ്ണിനും അതേപോലെ തന്നെ ആരോഗ്യത്തിനൊക്കെ നന്നായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് 2 വയസ്സിന് ശേഷം നമുക്ക് അവർക്ക് സ്ക്രീൻ കൊടുക്കുമ്പോൾ കൃത്യമായി ടൈം വെച്ച് കൊടുക്കുക. അല്ലെങ്കിൽ ഇവരെന്താണോ കാണുന്നത് എന്നുള്ളത് രക്ഷിതാക്കളായ നമ്മൾ മനസ്സിലാക്കണം. ഇവരിങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവരെന്തോ കാര്യമായി പറയുകയാണ്, അല്ലെങ്കിൽ ഇവരെന്തൊക്കെ ഇംഗ്ലീഷ് പഠിച്ച് പറയുകയാണെന്നൊക്കെ. ഒരിക്കലല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇവരുടെ ലാംഗ്വേജിനെ ബാധിക്കുന്നുണ്ട്. കാരണം മക്കള് ഇപ്പൊ ഒരു ടങ് ട്വിസ്റ്റർ പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിലും ഇത് ഇവർ പല സ്ഥലങ്ങളിലും ഉപയോഗിക്കുമ്പോൾ ഇതിന്റെ മീനിങ് ഒന്നും നന്നായിക്കൊള്ളുന്നില്ല, അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം അറിയുന്ന ആളുകൾക്ക് എന്താണ് ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് എന്നൊക്കെ തോന്നിയേക്കാം. അതുകൊണ്ട് നമ്മുടെ മക്കൾ സ്ക്രീൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കുറച്ച് പ്രായം വരെ നമ്മളെ കയ്യിൽ കിട്ടുള്ളൂ. പിന്നീട് അവരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രീഡമാണ്. അപ്പൊ കിട്ടുന്ന പ്രായത്തിൽ എന്ത് ചെയ്യുക, അവർക്ക് നല്ലൊരു ബേസിക്, നല്ലൊരു അടിത്തറ ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക. അപ്പൊ മാക്സിമം അങ്ങനെ ഒരു അടിത്തറ ഉണ്ടാക്കി കുട്ടികളെ കുറച്ച് കഴിഞ്ഞാലും അവർ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോകും. നമ്മൾ പറയാല് ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെയല്ലേ. അപ്പൊ അതുകൊണ്ട് ചെറുപ്പത്തിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ഫേക്ക് ആയിട്ടുള്ള ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജസും കാർട്ടൂൺസും മീംസ് ഒക്കെ മക്കളിൽ നിന്ന് മാക്സിമം എന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. മക്കൾക്ക് നല്ല കണ്ടന്റുകൾ ഉണ്ട്, നല്ല കണ്ടന്റ് പ്രൊവൈഡ് ചെയ്യുന്ന മീഡിയാസ് ഉണ്ട്, നല്ല ചാനൽസ് ഉണ്ട്, അത് മക്കൾക്ക് എന്ത് ചെയ്യുക, കാണിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. മക്കള് നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ്, അല്ലെങ്കിൽ ആ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. അപ്പൊ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിലും അവരുടെ സ്ക്രീൻ ടൈമും അവരെന്താണ് സ്ക്രീനിൽ കാണുന്നതെന്നും രക്ഷിതാക്കളായി നമ്മൾ മനസ്സിലാക്കുക.